السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. صلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. أما بعد. സഹോദരങ്ങളെ, സൂറത്തു അൽ ഫത്ഹിൻ്റെ തഫ്സീറാണ് നമ്മൾ പഠിച്ചു വരുന്നത്. ഈ സൂറത്തിൽ 16-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നു, ഖുൽ ലിൽ മുഖല്ലഫീന മിനൽ അഅറാബി സതുദഊന ഇലാ ഖൗമിൻ ഉലി ബഅസിൻ ശദീദിൻ തുഖാതിലൂനഹും ഔ യുസ്ലിമൂൻ فإن تطيعوا يؤتكم الله أجرا حسنا وإن تتولوا كما توليتم من قبل يعذبكم عذابا أليما. قل പറയൂ നബിയെ, ലിൽ മുഖല്ലഫീന പിന്തിരിഞ്ഞു നിന്ന ആളുകളോട്, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഹുദൈബിയ സന്ധി ഉണ്ടായ ആ യാത്രക്ക് നബിയുടെ കൂടെ പുറപ്പെടാതിരുന്ന പിന്മാറി നിന്ന ആളുകളോട്, മിനൽ അഅറാബ് അറാബിൽപ്പെട്ട അഥവാ ഗ്രാമീണരായ അറബികളിൽപ്പെട്ട താങ്കളുടെ കൂടെ വരാതിരുന്ന ആളുകളോട് പറയുക, സതുദഊന നിങ്ങൾ വിളിക്കപ്പെടുന്നതാണ്, നിങ്ങളെ വിളിക്കും, ഇലാ ഖൗമിൻ ഒരു കൂട്ടരിലേക്ക്, അഥവാ അവരിലേക്ക് നിങ്ങൾ വിളിക്കപ്പെടും. എങ്ങനെയുള്ളവരായിരിക്കും അവർ? ഉലി ബഅസിൻ ശദീദ്, കടുത്ത ബഅസുള്ള, യുദ്ധശേഷിയുള്ള, കരുത്തുള്ള ആളുകളിലേക്ക് നിങ്ങൾ ക്ഷണിക്കപ്പെടും. തുഖാതിലൂനഹും ഔ യുസ്ലിമൂൻ, തുഖാതിലൂനഹും നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യേണ്ടി വരും, ഔ അല്ലെങ്കിൽ യുസ്ലിമൂൻ അവർ മുസ്ലിം ആവുക. ഈ രണ്ടാലൊരു കാര്യത്തിലേക്ക് നിങ്ങൾ വിളിക്കപ്പെടും, അതിന് നിങ്ങൾ പോകേണ്ടി വരും. ഫഇൻ തുതീഉ അവർ അനുസരിച്ചാൽ, ഫഇൻ തുതീഉ നിങ്ങൾ അനുസരിച്ചാൽ, യുഅ്തികും അല്ലാഹു നിങ്ങൾക്ക് നൽകും, അജ്റൻ ഹസന നല്ല പ്രതിഫലം അല്ലാഹു നിങ്ങൾക്ക് നൽകും. വഇൻ തതവല്ലൗ ഇനി നിങ്ങൾ തിരിഞ്ഞു കളയുകയാണെങ്കിൽ, കമാ തവല്ലൈതും മിൻ ഖബ്ലു മുമ്പ് നിങ്ങൾ തിരിഞ്ഞു കളഞ്ഞതുപോലെ തിരിഞ്ഞു കളയുകയാണെങ്കിൽ, യുഅദ്ദിബുക്കും അവൻ അല്ലാഹു നിങ്ങളെ ശിക്ഷിക്കും, അദാബൻ അലീമ വേദനയേറിയ ശിക്ഷ അല്ലാഹു നിങ്ങളെ ശിക്ഷിക്കും. നമ്മൾ മുമ്പ് ഈ സൂറത്തിന്റെ തഫ്സീറിൽ പറഞ്ഞിട്ടുള്ളതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ പോകാതിരുന്ന നിഫാഖുള്ള, കാപട്യമുള്ള ആളുകൾ, അവരെ കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറയുന്നത്. അവർ നബിയും സഹാബികളും പോയി തിരിച്ചു വരികയില്ല, അവരുടെ ശത്രുക്കൾ നശിപ്പിക്കും എന്നിങ്ങനെ മോശമായത്, അള്ളാഹുവിനെ കുറിച്ച് ഉള്ള മോശം ചിന്തയാണത്. ഈ ദീനിനെയും അതിൻ്റെ ആളുകളെയും അള്ളാഹു സഹായിക്കില്ല എന്നത് അള്ളാഹുവിനെ കുറിച്ചുള്ള സൂഉൽ തന്നെയാണ്, മോശം ചിന്തയാണ്, അത് പാടില്ലാത്തതാണ്, അതൊരു മുസ്ലിമിന് ഒരിക്കലും യോജിക്കുകയില്ല. മറിച്ച് അള്ളാഹു ഈ ഉമ്മത്തിനെ സഹായിക്കുക തന്നെ ചെയ്യും. അവരോട് പറയൂ നബിയെ, നിങ്ങൾ വരാതിരുന്നത് നിങ്ങൾക്ക് അബദ്ധം പറ്റിയതാണ്, പാപമോചനം തേടണം എന്നൊക്കെ നിങ്ങൾ പറയുന്നു. എങ്കിൽ ഇതാ അവരെക്കാൾ ഈ കടുത്ത ശക്തിയുള്ള ഒരു കൂട്ടരിലേക്ക് നിങ്ങൾ വിളിക്കപ്പെടും, അവരോടുള്ള യുദ്ധത്തിന് നിങ്ങൾ ക്ഷണിക്കപ്പെടും. അപ്പോൾ നിങ്ങൾ അനുസരിക്കുകയാണെങ്കിൽ, അള്ളാഹുവിന്റെ റസൂലിനെ അനുസരിച്ച് പുറപ്പെടുകയാണെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് പ്രതിഫലം നൽകും. അതല്ല ഹുദൈബിയ സംഭവിച്ച ആ യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ പോകാതിരുന്നതുപോലെ നിങ്ങൾ പിന്തിരിഞ്ഞു കളയുകയാണെങ്കിൽ, മുൻപ് നിങ്ങൾ പിന്തിരിഞ്ഞു കളഞ്ഞതുപോലെ പിന്തിരിയുകയാണെങ്കിൽ കടുത്ത ശിക്ഷ നിങ്ങൾക്ക് അള്ളാഹുവിൽ നിന്നുണ്ടാകുന്നതാണ്. ഇതിനുശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതുപോലെയുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവിടുന്ന് പങ്കെടുക്കുന്ന യുദ്ധങ്ങളിൽ, അല്ലെങ്കിൽ ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ യുദ്ധത്തിൽ പങ്കെടുക്കാതിരിക്കാൻ ഉള്ള ഇളവുകളെക്കുറിച്ച് അള്ളാഹു പറയുന്നു.
കുറ്റം ലഭിക്കും പോകാത്തവർക്ക്. പക്ഷേ ആർക്കൊക്കെയാണ് കുറ്റം ലഭിക്കാതിരിക്കുക? ലൈസ അലൽ അഅ്മ ഹറജ്, ലൈസ അലൽ അഅ്മ, അന്ധനായ ആൾക്ക്, കണ്ണു കാണാത്ത ആൾക്ക് കുറ്റമില്ല. ലൈസ അലൽ അഅ്മ ഹറജുൻ, അന്ധന് ഹറജില്ല, കുറ്റമില്ല. വല അലൽ അഅറജി ഹറജ്, വല അല അല അറജ്. അറജ് എന്ന് പറഞ്ഞാൽ മുടന്തുള്ള ആൾ, കാലിന് മുടന്തുള്ള ആൾ, അങ്ങനെയുള്ള ആൾക്കുമില്ല ഹറജില്ല, കുറ്റമില്ല. ഇത് രണ്ടും സ്ഥിരമായി നിൽക്കുന്ന അവരുടെ കഴിവില്ലായ്മയാണ്. അത് മുൻപേ ഉള്ളതാണ്. അത് പൊതുവെ ആളുകൾക്ക് എപ്പോഴും നിൽക്കുകയും ചെയ്യും. അതല്ലാത്ത താൽക്കാലികമായി ഉണ്ടാകുന്ന ചില സന്ദർഭങ്ങളിൽ ഉണ്ടാകുന്ന പ്രയാസം കൊണ്ടും അള്ളാഹു ഇളവ് നൽകിയിരിക്കുന്നു. അതിൽപ്പെട്ടതാണ് അടുത്തത് പറയുന്നത്, വല അലൽ മരീദ് ഹറജ്, മരീദിനും ഹറജില്ല, അഥവാ രോഗിയായ ആൾക്കും കുറ്റമില്ല. എന്നിട്ട് അള്ളാഹു പറയുന്നു, വമൻ യുതിഇല്ലാഹ വറസൂലഹു യുദ്ഖിൽഹു ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ വമൻ യതവല്ല യുഅദ്ദിബുഹു അദാബൻ അലീമ. വമൻ യുതിഇല്ലാഹ വറസൂലഹു, ആരാണോ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കുന്നത്, യുദ്ഖിൽഹു, അള്ളാഹു അവനെ പ്രവേശിപ്പിക്കുന്നതാണ്, ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, ജന്നാത്തിൻ സ്വർഗത്തോപ്പുകളിൽ, തജ്രി ഒഴുകുന്നു, മിൻ തഹ്തിഹ അതിന്റെ താഴ്ഭാഗത്തുകൂടെ, അൽ അൻഹാർ അരുവികൾ ഒഴുകുന്നു. അങ്ങനെയുള്ള മനോഹരമായ സ്വർഗത്തിൽ അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്നവരെ അള്ളാഹു പ്രവേശിപ്പിക്കുന്നതാണ്. വമൻ യതവല്ല, ആരാണോ പിന്തിരിഞ്ഞു കളയുന്നത്, യുഅദ്ദിബുഹു അദാബൻ അലീമ. വമൻ യതവല്ല, പിന്തിരിഞ്ഞു കളയുന്നത്, അഥവാ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കാതെ പിന്തിരിഞ്ഞു കളയുന്നത് ആരാണോ, യുഅദ്ദിബുഹു അദാബൻ അലീമ, അള്ളാഹു അവനെ ശിക്ഷിക്കും, അദാബൻ അലീമ, വേദനയേറിയ ശിക്ഷ അള്ളാഹു അവന് നൽകുന്നതാണ്. വൽഇയാദു ബില്ലാഹ്, അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്നവർക്ക് അള്ളാഹു മഹത്തായ പ്രതിഫലം വാഗ്ദാനം നൽകിയിരിക്കുന്നു. വമൻ യുതിഇല്ലാഹ വറസൂല ഫൗലായിക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ വഹസുന ഉലൈക റഫീഖ ദാലികൽ ഫദ്ലു മിനല്ലാഹ്. അള്ളാഹു പറഞ്ഞില്ലേ, ആരാണോ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കുന്നത്, ഫൗലായിക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം, അങ്ങനെയുള്ളവർ അള്ളാഹു അനുഗ്രഹം ചൊരിഞ്ഞവരുടെ കൂടെയായിരിക്കും. മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ വഹസുന ഉലൈക റഫീഖ, അള്ളാഹുവിന്റെ നബിമാരുടെ കൂടെ, സിദ്ദീഖുകളുടെ കൂടെ, അങ്ങേയറ്റം സത്യസന്ധരായ, അള്ളാഹുവിന്റെ ദീൻ ഏറ്റവും നല്ല രൂപത്തിൽ അതിനെ സത്യപ്പെടുത്തിയ വിശ്വസിച്ച ആളുകൾ, വശുഹദ, അള്ളാഹുവിന്റെ മാർഗത്തിൽ രക്തസാക്ഷികളായ ഷഹീദുകൾ, സാലിഹീൻ, സുൽഹിന്റെ നന്മയുടെ ആളുകൾ അവരുടെ കൂടെ, വഹസുന ഉലൈക റഫീഖ, അവരെത്ര നല്ല കൂട്ടുകാരാണ്. അത് അള്ളാഹുവിന്റെ ഔദാര്യമാണ്. അവന്റെ ഫദ്ലുള്ള ആളുകൾക്ക് മാത്രമേ അത് ലഭിക്കുകയുള്ളൂ. അതല്ല, അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കാതെ തിരിഞ്ഞു കളയുന്ന ആളുകൾക്ക് അവർക്കാണ് വേദനയേറിയ ശിക്ഷയുള്ളത്. അള്ളാഹുവിന്റെ അതിർവരമ്പുകൾ ലംഘിക്കുന്ന ശിർക്കിലും കുഫറിലും അതുപോലെ നരകം ലഭിക്കാൻ കാരണമാകുന്ന പാപങ്ങളിലും അകപ്പെട്ടിട്ടുള്ള ആളുകൾ, അവർക്ക് വേദനയേറിയ ശിക്ഷയാണ് അനുഭവിക്കേണ്ടി വരിക. ലഖദ് റളിയല്ലാഹു അനിൽ മുഅ്മിനീന ഇദ് യുബായിഊനക തഹ്ത അശ്ശജറ ഫഅലിമ മാ ഫീ ഖുലൂബിഹിം ഫഅൻസല അസ്സകീനത അലൈഹിം വഅസാബഹും ഫത്ഹൻ ഖരീബാ. അല്ലാഹു പറയുകയാണ്, ലഖദ് റളിയല്ലാഹു അനിൽ മുഅ്മിനീൻ, ലഖദ് റളിയല്ലാഹു, തീർച്ചയായും അല്ലാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു. അള്ളാഹുവിന്റെ റിദാ, അവന്റെ തൃപ്തി ലഭിച്ചിരിക്കുന്നു. അനിൽ മുഅ്മിനീൻ, ആ മുഅ്മിനുകൾക്ക്. ആരാണ് മുഅ്മിനുകൾ? ഇദ് യുബായിഊനക, ഓ നബിയെ, അവർ താങ്കളോട് ബൈഅത്ത് ചെയ്ത സന്ദർഭത്തിൽ, അവർ താങ്കളോട് പ്രതിജ്ഞ ചെയ്ത സമയം, തഹ്ത അശ്ശജറ, ആ മരത്തിന്റെ ചുവട്ടിൽ വെച്ച്,
ഫഅലിമ അല്ലാഹു അറിഞ്ഞിരിക്കുന്നു മാ ഫീ ഖുലൂബിഹിം അവരുടെ ഹൃദയങ്ങളിലുള്ളത് എന്താണോ അത്. ഫഅൻസല സകീനത അലൈഹിം അല്ലാഹു അവരുടെ മേൽ സകീനത്ത് സമാധാനം ശാന്തി ഇറക്കിയിരിക്കുന്നു. വഅസാബഹും ഫത്ഹൻ ഖരീബ അടുത്തുള്ള വിജയം അല്ലാഹു അവർക്ക് പ്രതിഫലമായി നൽകുകയും ചെയ്തിരിക്കുന്നു. നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിനുള്ള അള്ളാഹുവിന്റെ സാക്ഷ്യമാണിത്. അള്ളാഹു പറയുകയാണ് അള്ളാഹു അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു. അള്ളാഹുവിന്റെ തൃപ്തി എന്നാൽ ഖുർആനിൽ അള്ളാഹു പറഞ്ഞില്ലേ, വരിദ്വാനും മിനല്ലാഹി അക്ബർ. അള്ളാഹുവിന്റെ തൃപ്തി അതാണ് ഏറ്റവും വലുത്. അത് അള്ളാഹു നൽകിയിരിക്കുന്നു ആ മുഅ്മിനുകൾക്ക്. അതാണ് സഹാബത്തിന്റെ പ്രത്യേകത. മൊത്തത്തിൽ അള്ളാഹു സഹാബത്തിനെ തൃപ്തിപ്പെട്ടു എന്ന് പറയുന്ന ആയത്ത് പരിശുദ്ധ ഖുർആനിലുണ്ട്. സൂറത്തു തൗബയിലെ ആയത്ത്, 100-ാമത്തെ ആയത്ത്. والسابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان رضي الله عنهم ورضوا عنه. മുഹാജിറുകളും അൻസാറുകളുമായ സഹാബത്തിനെ അള്ളാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു. സഹാബത്തിന്റെ ശ്രേഷ്ഠത പറയുന്ന ആയത്തുകൾ നിരവധിയാണ് പരിശുദ്ധ ഖുർആനിൽ. ഈ സൂറത്തിന്റെ തന്നെ അവസാനത്തെ നമുക്ക് കാണാം, മുഹമ്മദുർ റസൂലുള്ളാഹ് വല്ലദീന മഅഹു. മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി അള്ളാഹുവിന്റെ റസൂലാണ്. വല്ലദീന മഅഹു ആ നബിയുടെ കൂടെ ഉള്ളവർ എന്ന് പറഞ്ഞ് അള്ളാഹു സഹാബത്തിനെ പുകഴ്ത്തുന്നത് കാണാം. വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാരി റുഹമാഉ ബൈനഹും എന്ന് തുടങ്ങി അള്ളാഹു അവരെ അങ്ങനെ അള്ളാഹു അവരെ പുകഴ്ത്തുന്ന ആയത്തുകളിൽ ഒന്നാണിത്. ലഖദ് റളിയല്ലാഹു അനിൽ മുഅ്മിനീൻ ആ മുഅ്മിനുകളെ അള്ളാഹുവിലും അവന്റെ ദീനിലും ഉറച്ച വിശ്വാസമുള്ള ആ മുഅ്മിനുകളെ അള്ളാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു. ഇദ് യുബായിഊനക അവർ താങ്കൾക്ക് പ്രതിജ്ഞ നൽകിയ സമയം തഹ്ത ഷജറ ആ മരത്തിന്റെ ചുവട്ടിൽ വെച്ച്. നമ്മൾ മുൻപ് വിശദീകരിച്ചിട്ടുള്ളതുപോലെ ബൈഅത്തുർ റിദ്വാൻ അല്ലെങ്കിൽ ബൈഅത്തുർ റിദ്വാൻ ആണ് ഇവിടെ ഉദ്ദേശം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും ഉംറ ഉദ്ദേശിച്ചുകൊണ്ട് നബിക്ക് അള്ളാഹു സ്വപ്നം കാണിച്ചതനുസരിച്ച് പോവുകയും എന്നാൽ മുശ്രിക്കുകൾ അവരെ തടയുകയും പിന്നീട് മുസ്ലിമീങ്ങളും കുഫാറുകളും തമ്മിൽ സുൽഹ് ഉണ്ടാകുകയും സന്ധി ഉണ്ടാകുകയും ചെയ്തതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഒരു മരത്തിന്റെ ചുവട്ടിൽ വെച്ചായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈപിടിച്ച് സഹാബത്ത് പ്രതിജ്ഞ ചെയ്തത്. ഹുദൈബിയ സന്ധി ഉണ്ടാകാനുള്ള സാഹചര്യം ഉസ്മാൻ റളിയല്ലാഹു അൻഹു അതിനു മുൻപ് മുശ്രിക്കുകളുമായി സംസാരിക്കാൻ വേണ്ടി ചെന്നിരുന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടു എന്ന വാർത്ത അത് തെറ്റായിരുന്നു ആ വാർത്ത. പക്ഷെ അത് മുസ്ലിമീങ്ങൾക്ക് കിട്ടി. അതിനു പകരം ചോദിക്കും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവർ പ്രതിജ്ഞ ചെയ്തത്. നബിയുടെ കൂടെ തന്നെ ഉറച്ചു നിൽക്കും, ഒരിക്കലും പിന്തിരിഞ്ഞോടുകയില്ല എന്ന് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രതിജ്ഞ ചെയ്തു. 1400 സഹാബിമാർ അതിൽ പങ്കെടുത്തിരുന്നു. അവരെ മുഴുവനുമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറയുന്നത്. അല്ലാഹു അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു. ഫഅലിമ മാ ഫീ ഖുലൂബിഹിം അല്ലാഹു അവരുടെ ഹൃദയങ്ങളിലുള്ളത് അറിഞ്ഞിരിക്കുന്നു. അവരുടെ ഹൃദയശുദ്ധിക്കുള്ള തെളിവാണ് ഈ ആയത്ത്. കാരണം പുറമേക്കുള്ള പ്രവർത്തനങ്ങൾ മാത്രമേ മനുഷ്യർക്ക് കണ്ടറിയാൻ കഴിയൂ, നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ. എന്നാൽ ഹൃദയങ്ങളിലുള്ളത് അറിയുന്നത് അല്ലാഹുവാണ്. അവരുടെ ഹൃദയം പരിശുദ്ധമാണെന്നും അത് നന്മ നിറഞ്ഞതാണെന്നും അള്ളാഹു പറയും. ഫഅലിമ മാ ഫീ ഖുലൂബിഹിം അവരുടെ ഹൃദയങ്ങളിലുള്ളത് അള്ളാഹു അറിഞ്ഞിരിക്കുന്നു. ഖൽബ് അറിയുന്ന അള്ളാഹുവാണ് അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നത്. ഖദ് റളിയല്ലാഹു അനിൽ മുഅ്മിനീന ഇദ് യുബായിഊനക തഹ്ത അശ്ശജറ ഫഅലിമ മാ ഫീ ഖുലൂബിഹിം ഫഅൻസല അസ്സകീനത അലൈഹിം അള്ളാഹു അവർക്ക് സകീനത്ത് ഇറക്കിയിരിക്കുന്നു. അവരുടെ ഹൃദയങ്ങളിൽ അള്ളാഹു സമാധാനം ഇറക്കിയിരിക്കുന്നു, ശാന്തി ഇറക്കിയിരിക്കുന്നു. വഅസാബഹും ഫത്ഹൻ ഖരീബ അള്ളാഹു അവർക്ക് അടുത്തു തന്നെ വിജയം വാഗ്ദാനം നൽകിയിരിക്കുന്നു. ഹുദൈബിയയ്ക്ക് തൊട്ടു ശേഷം അള്ളാഹു മുസ്ലിമീങ്ങൾക്ക് വലിയ വിജയം നൽകുകയുണ്ടായി. അതിനുശേഷമാണ് ഖൈബർ മുസ്ലിമീങ്ങൾ വിജയിച്ചടക്കിയത്. യഹൂദികളിൽ നിന്ന് ഖൈബർ മുസ്ലിമീങ്ങൾ വിജയിച്ചടക്കിയത് അതിനുശേഷമാണ്. അതുപോലെ തന്നെ മക്ക വിജയം
അതിനുള്ള വലിയൊരു കാരണമായിരുന്നു ഈ ഹുദൈബിയ സന്ധി മക്ക വിജയത്തിനുള്ള വലിയ കാരണങ്ങളിൽപ്പെട്ടതാണ്. ഇമാം ഇബ്നു കസീർ പറഞ്ഞതുപോലെ സുമ്മ സായിറൽ ബിലാദ്, പിന്നെ ബാക്കിയുള്ള നാടുകളും വൽ അഖാലീം പ്രദേശങ്ങൾ, ثم سائر البلاد والأقاليم عليهم وما حصل لهم من العز والنصر والرفعة في الدنيا والآخرة. ഈ ലോകത്തും പരലോകത്തും അള്ളാഹു അവർക്ക് നൽകിയ ഉയർച്ചയും അള്ളാഹുവിന്റെ സഹായവും അള്ളാഹു നൽകിയ പ്രതാപവുമെല്ലാം ഇതിന്റെ ബാക്കിയാണ്. പിന്നീട് മുസ്ലിമീങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തും അവിടുത്തെ സഹാബത്തിന്റെ കാലത്തുമെല്ലാം നൂറ്റാണ്ടുകൾ ഇസ്ലാം അത് വ്യാപിക്കുക മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. കിഴക്കും പടിഞ്ഞാറും അത് വ്യാപിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അതിന്റെ വിജയം അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർത്തിയാക്കുക തന്നെ ചെയ്യും, അതിൽ സംശയമില്ല. ومغانم كثيرة يأخذونها وكان الله عزيزا حكيما. കൂടാതെ അല്ലാഹു നൽകും ومغانم كثيرة ധാരാളം ഗനീമത്ത്, യുദ്ധാർജിത സ്വത്ത്, يأخذونها അത് അവർ എടുക്കുന്നതാണ്, മുസ്ലിമീങ്ങൾക്ക് അത് ലഭിക്കുന്നതാണ്. وكان الله عزيزا حكيما. അല്ലാഹു അസീസും ഹക്കീമുമാണ്. അള്ളാഹു അങ്ങേയറ്റം ഇസ്സത്തുള്ള പ്രതാപമുള്ളവനാണ്. ഹക്കീം, അവൻ അങ്ങേയറ്റത്തെ യുക്തിയുള്ള ഹിക്മത്തുള്ളവനാണ്. അതുപോലെ ഹുക്ം അവന്റേതാണ് തീരുമാനം. അവന്റെ ദീനിന്റെ ആളുകളെ, ഈമാനിന്റെ സ്വാലിഹായ അമലിന്റെ ആളുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല വിജയിപ്പിക്കും. അവർക്ക് അള്ളാഹു ഈ വാഗ്ദാനം നൽകും. അത് മുസ്ലിമീങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഇമാം മുജാഹിദ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളതുപോലെ മുസ്ലിമീങ്ങൾക്ക് പിന്നീട് ലഭിച്ച ഗനീമത്തുകളെല്ലാം അതിലുൾപ്പെടുന്നത് തന്നെയാണ്. ഇതിന് തൊട്ടടുത്ത ആയത്തിൽ അള്ളാഹു പറഞ്ഞു വഅദകുമുല്ലാഹു മഗാനിമ കസീറതൻ തഅഖുദൂനഹ. വഅദകുമുല്ലാഹ്, അള്ളാഹു നിങ്ങൾക്ക് വാഗ്ദാനം നൽകിയിരിക്കുന്നു, മഗാനിമ കസീറതൻ ധാരാളം യുദ്ധാർജിത സ്വത്ത്, തഅഖുദൂനഹ നിങ്ങളതെടുക്കും. ഇമാം മുജാഹിദ് പറഞ്ഞു ഹിയ ജമീഉൽ മഗാനിം ഇലൽ യൗം. അദ്ദേഹം താബിഇയാണ്, മുജാഹിദ് ഇബ്ൻ ജബർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഈ നാൾ വരെ മുസ്ലിമീങ്ങൾക്ക് ലഭിച്ച ഗനീമത്തെല്ലാം അതിൽ ഉൾപ്പെടും. അള്ളാഹു പറയുന്നു ഫഅജ്ജല ലക്കും ഹാദിഹി, ഇത് അള്ളാഹു നിങ്ങൾക്ക് പെട്ടെന്ന് തന്നു. ഫഅജ്ജല ലക്കും ഹാദിഹി, ഇത് അള്ളാഹു നിങ്ങൾക്ക് പെട്ടെന്ന് നൽകി. അഥവാ ഹുദൈബിയ അത് വിജയമാണ്, അത് ഫത്ഹാണ്. അതിനുശേഷമുള്ള ഖൈബർ അള്ളാഹു അവർക്ക് വേഗത്തിൽ കൊടുത്ത ഫത്ഹാണ്, വിജയമാണ്. വകഫ ഐദിയൻ നാസി അൻകും വലിതകൂന ആയതൻ ലിൽമുഅ്മിനീൻ വയഹ്ദിയകും സിറാത്തൻ മുസ്തഖീമ. വകഫ അള്ളാഹു പിടിച്ചു വെച്ചു, ഐദിയൻ നാസി ജനങ്ങളുടെ കൈകൾ, അൻകും നിങ്ങളിൽ നിന്ന്, അഥവാ അവർ നിങ്ങളോട് യുദ്ധം ചെയ്യാതെ അള്ളാഹു സുബ്ഹാനഹു വ തആല പിടിച്ചു വെച്ചു. ഹുദൈബിയ ആണുണ്ടായത്, സന്ധിയാണുണ്ടായത്, സുൽഹാണുണ്ടായത്, അവിടെ യുദ്ധമുണ്ടായില്ല. വലിതകൂന ആയതൻ ലിൽ മുഅ്മിനീൻ, വലിതകൂന ആയതൻ ലിൽ മുഅ്മിനീൻ, അത് ആയിത്തീരാൻ, ആയതൻ ഒരു ദൃഷ്ടാന്തം, ലിൽ മുഅ്മിനീൻ മുഅ്മിനുകൾക്ക്, വയഹ്ദിയകും അവൻ നിങ്ങളെ വഴി നടത്താൻ, സിറാത്തൻ മുസ്തഖീമ നേരായ മാർഗത്തിലേക്ക്. ഇമാം ഇബ്നു കസീർ പറയുകയാണ് ലം യനൽകും സൂഉൻ മിമ്മ കാന അഅദാഉകും അദ്മറുഹു ലക്കും മിനൽ മുഹാറബതി വൽ ഖിതാൽ وكذلك كف أيدي الناس عنكم الذين خلفتموهم وراء ظهوركم عن عيالكم وحريمكم. ജനങ്ങളുടെ കൈകളെ അള്ളാഹു നിങ്ങളിൽ നിന്ന് തടുത്തു നിർത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും മക്ക ലക്ഷ്യമാക്കി പുറപ്പെട്ടു. ആ ശത്രുക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തിനെയും ഉപദ്രവിക്കാൻ, അവരോട് യുദ്ധം ചെയ്യാൻ, അവരെ കൊല്ലാൻ മനസ്സിൽ കരുതിയവരാണ്. അവരുടെ ശർറ്, അവരുടെ ഉപദ്രവം അള്ളാഹു തടുത്തു നിർത്തി. അതുപോലെ നിങ്ങളുടെ കുടുംബക്കാർ, നിങ്ങളുടെ ഭാര്യയും മക്കളും സ്ത്രീകളും കുട്ടികളും ഒക്കെ, അവരൊക്കെ മദീനയിൽ നിർത്തിയിട്ടാണ് വന്നത്. പിന്നിലും ശത്രുക്കളുണ്ട്. അവരിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ സംരക്ഷിച്ചു. എല്ലാ നിലക്കും അള്ളാഹു ജനങ്ങളിൽ നിന്ന് നിങ്ങളെ സംരക്ഷിച്ചു. വലിതകൂന ആയതൻ ലിൽ മുഅ്മിനീൻ, മുഅ്മിനുകൾക്ക് അതൊരു ദൃഷ്ടാന്തമാകാൻ. നോക്കൂ അള്ളാഹു എങ്ങനെയാണ് അവന്റെ നബിയെയും സഹാബത്തിനെയും, അവർ ദുർബലരായിരുന്ന
എണ്ണത്തിലധികമില്ലാത്ത ആയുധങ്ങളില്ലാത്ത കാലത്ത് അള്ളാഹു അവരെ സംരക്ഷിച്ചത്. വലിതകൂന ആയതൻ ലിൽ മുഅ്മിനീൻ, മുഅ്മിനുകൾക്ക് അതൊരു ആയത്താകാൻ ഇബ്നു കസീർ പറയുകയാണ്, അയ്യഅ്തബിറൂന ബിദാലിക്, അഥവാ അത് മുഖേന അവർ ഗുണപാഠം ഉൾക്കൊള്ളാൻ. فإن الله تعالى حافظهم وناصرهم على سائر الأعداء مع قلة عددهم. അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ അവരെ സഹായിക്കുന്നവരാണ്. നബിയെയും സഹാബത്തിനെയും അല്ലാഹു കാത്തു. അതുപോലെ അല്ലാഹു മുഅ്മിനുകളെ കാക്കുന്നവനാണ്, അവരെ സഹായിക്കുന്നവനാണ്. അല സാഇരിൽ അഅദാ, മുഴുവൻ ശത്രുക്കൾക്കുമെതിരിൽ മഅ ഖില്ലത്തി അദദിഹിം, അവർ എണ്ണത്തിൽ കുറച്ചാണെങ്കിലും അല്ലാഹു അവരെ സഹായിക്കുന്നവനാണ്. വലിയഅലമു ബിസനീഇല്ലാഹി ഹാദാ ബിഹിം ഇന്നഹുൽ ആലിമു ബിഅവാഖിബിൽ ഉമൂർ വഇന്നൽ ഖൈറ ഫീമാ യഖ്താറുഹു ലിഇബാദിഹിൽ മുഅ്മിനീന വഇൻ കരിഹൂഹു ഫിൽ ളാഹിർ. നോക്കൂ, ഇമാം ഇബ്നു കസീർ പറയുന്നു, അവർ മനസ്സിലാക്കാൻ, അതായത് അള്ളാഹു ഇത് അവരോട് ചെയ്ത അള്ളാഹു കാര്യങ്ങളുടെ അവസാനം എന്താണെന്ന് ഏറ്റവും നന്നായി അറിയുന്നവനാണ്. ഹുദൈബിയ നമ്മൾ മുമ്പ് സൂചിപ്പിച്ചതുപോലെ മുസ്ലിമീങ്ങൾക്ക് തുടക്കത്തിൽ വലിയ പ്രയാസമുണ്ടാക്കിയത്, അതിലെ കരാറുകൾ, അത് ഒറ്റ നോട്ടത്തിൽ പുറമേക്ക് മുസ്ലിമീങ്ങൾക്ക് എതിരാണ്. എന്നാൽ ഇതവരെ കൊണ്ട് ചെയ്യിച്ച അള്ളാഹു, അവൻ കാര്യങ്ങളുടെ അന്ത്യം അതെങ്ങനെയാകുമെന്ന് ഏറ്റവും നന്നായി അറിയുന്നവനാണ്. അള്ളാഹുവാണ് തീരുമാനിക്കുക അവന്റെ മുഅ്മിനുകൾക്ക് ഏറ്റവും നല്ലത്. അവർക്ക് പുറമേക്കത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അള്ളാഹു പറഞ്ഞല്ലോ, വഅസാ അൻ തക്റഹു ശൈഅൻ വഹുവ ഖൈറുൻ ലക്കും വഅസാ അൻ തുഹിബ്ബു ശൈഅൻ വഹുവ ശർറുൻ ലക്കും വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ. നിങ്ങൾ ഒരു കാര്യം വെറുക്കുകയും യഥാർത്ഥത്തിൽ അത് നിങ്ങൾക്ക് നന്മയായിരിക്കുകയും ചെയ്യാം. നിങ്ങളൊരു കാര്യം ഇഷ്ടപ്പെടുകയും യഥാർത്ഥത്തിൽ അത് നിങ്ങൾക്ക് ഷർറായിരിക്കുകയും ചെയ്യാം. വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ. അള്ളാഹു ആണ് അറിയുന്നവൻ, നിങ്ങൾക്കറിയില്ല. അള്ളാഹു പറയുകയാണ്, വലിതകൂന ആയതൻ ലിൽ മുഅ്മിനീൻ, മുഅ്മിനുകൾക്ക് അതൊരു ദൃഷ്ടാന്തമാകാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന്റെയും ചരിത്രം, അവരുടെ ചരിത്രം, മക്ക കാലഘട്ടം, മക്കയിലെ പീഡനങ്ങൾ, മദീനയിലെ ഹിജ്റ, ബദറും ഉഹുദും ഖന്ദഖും, അതുപോലെ ഹുദൈബിയയും ഫത്ഹ് മക്കയും ഖൈബറും എല്ലാം, ഹുനൈനും എല്ലാം മുസ്ലിമീങ്ങൾക്ക് പാഠമാണ്. അതിൽ വളരെ മഹത്തായ ഒരു ആയത്താണിത്. ഈ സംഭവം, ഹുദൈബിയയിൽ നടന്ന സംഭവം, അതുപോലെ ബൈഅത്തുർ റിദ്വാൻ, ഇതെല്ലാം അല്ലാഹു പറയുന്നു, വയഹ്ദിയക്കും സിറാത്തൻ മുസ്തഖീമ, നേരായ മാർഗത്തിലേക്ക് അല്ലാഹു നിങ്ങളെ വഴി നടത്താൻ. അതായത് മുസ്ലിമീങ്ങൾ അല്ലാഹുവിന്റെ കൽപ്പന അവിടെ അനുസരിച്ചു, അള്ളാഹുവിന്റെ കൽപ്പന അവർ പിൻപറ്റി, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ അനുസരിച്ചു. അതിന് അള്ളാഹു ഈ പ്രതിഫലം നൽകി. നോക്കൂ, വീണ്ടും അള്ളാഹു അവർക്ക് വാഗ്ദാനം നൽകുന്നു, വഉഖ്റാ ലം തഖ്ദിറു അലൈഹ ഖദ് അഹാത അല്ലാഹു ബിഹാ വകാന അല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീറ. വഉഖ്റാ, മറ്റൊന്നുകൂടി, ലം തഖ്ദിറു അലൈഹ, നിങ്ങൾക്കത് ഇതുവരെ കിട്ടിയിട്ടില്ല. ഖദ് അഹാത അല്ലാഹു ബിഹാ, എന്നാൽ അള്ളാഹു അതിനെ വലയം ചെയ്തിരിക്കുന്നു. വകാന അല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീറ, അള്ളാഹു എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാകുന്നു. നോക്കൂ, ഈ പറയപ്പെട്ട വാഗ്ദാനങ്ങൾ, അതിൽ ഫത്ഹു മക്കയും, മക്ക വിജയം, ശേഷം വരുന്ന മക്ക വിജയം, അതുപോലെ ഖൈബർ വിജയം, ഇങ്ങനെയുള്ള മഹത്തായ മുസ്ലിമീങ്ങൾക്ക് ലഭിച്ച വിജയങ്ങളെല്ലാം അതിൽ ഉൾപ്പെടുമെന്ന് പല മുഫസ്സിറുകളും പറഞ്ഞത് കാണാം. ഉഖ്റാ ലം തഖ്ദിറു അലൈഹ, നിങ്ങൾക്കത് ഇതുവരെ കിട്ടിയിട്ടില്ല, നിങ്ങൾക്ക് കിട്ടാത്ത ഒന്നും കൂടി. പിന്നീട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് റോമ, പേർഷ്യൻ സാമ്രാജ്യങ്ങൾ, അന്നത്തെ ലോകം അടക്കി ഭരിച്ചിരുന്ന രണ്ട് സാമ്രാജ്യങ്ങൾ, അഗ്നി ആരാധകരുടെ ഫാരിസ്, പേർഷ്യക്കാരുടെ സാമ്രാജ്യം ഖാദിസിയ, യുദ്ധത്തിലൂടെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് അത് ഇസ്ലാമിന്റെ കീഴിൽ വരികയുണ്ടായി. റോമ സാമ്രാജ്യം നസ്രാനികളുടെ, അത് ഉമറിന്റെ തന്നെ കാലത്ത് റളിയല്ലാഹു അൻഹു ഇസ്ലാമിന്റെ കീഴിൽ വരികയുണ്ടായി. അവരുടെ എല്ലാം സമ്പത്ത്, വലിയ നിധികൾ ഇസ്ലാമിന്റെ മാർഗത്തിൽ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കപ്പെട്ടു.
അതാണ് മദീനയെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഖറിയതൻ തഅകുലുൽ ഖുറ. ഖറിയത്തുൻ അതൊരു നാടാണ്, തഅകുലുൽ ഖുറ രാജ്യങ്ങളെ തിന്നു തീർക്കുന്ന നാട് എന്ന് പറഞ്ഞാൽ വലിയ തലസ്ഥാനങ്ങൾ, വലിയ വലിയ രാജ്യങ്ങൾ, വലിയ സാമ്രാജ്യങ്ങളുടെ തലസ്ഥാനങ്ങളെല്ലാം മദീനയുടെ കീഴിൽ വന്നു. മദീനയിലെ ഖലീഫ അതെല്ലാം നിയന്ത്രിക്കുന്ന സ്ഥിതി ഉണ്ടായി. ഖറിയത്തുൻ തഅകുലുൽ ഖുറ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സഹോദരങ്ങൾ, ഇതെല്ലാം നമ്മൾ ചരിത്രം എടുത്തു നോക്കിയാൽ ഇതൊന്നും അധികം അകലെയുള്ള ഒരു കാലമല്ല, ഇതൊന്നും വളരെ അകലമുള്ള ഒരു കാലമല്ല. ഇസ്ലാമിന്റെ ഇസ്സത്ത്, ഇസ്ലാമിന്റെ അന്തസ്സും പ്രതാപവും അത് ലോകത്ത് ഏറെ പ്രകടമായിരുന്ന കാലം അതധികം വിദൂരമായിരുന്നില്ല. നമ്മൾ പൊതുവെ മുസ്ലിമീങ്ങൾക്ക് ദൗർബല്യമുള്ള, പൊതുവെ ലോകത്ത് മുസ്ലിമീങ്ങൾ ദൗർബല്യവും പ്രയാസങ്ങളും അനുഭവിക്കുന്ന കാലത്താണ് ജീവിക്കുന്നതെങ്കിലും ഇസ്ലാമിന്റെ പ്രൗഢമായ അന്തസ്സുള്ള ചരിത്രം അത് അകലെയല്ല. ഇൻഷാ അല്ലാഹ് ഭാവിയിലും അത് അകലെയല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഇസ്ലാം പ്രവേശിക്കാത്ത ഒരു വീടും ദുനിയാവിൽ ഉണ്ടാവുകയില്ല. ഓരോ വീട്ടിലും അതെങ്ങനെ പണിതതാകട്ടെ, കൊട്ടാരമോ മൺകുടിലോ കൂടാരമോ എന്താകട്ടെ, ഇസ്ലാം അവിടെ പ്രവേശിക്കുന്നതാണ്. ഇസ്ലാം അത് വളർന്നു തന്നെ ഇരിക്കും. ഇസ്ലാം അത് ഉയർന്നുകൊണ്ടേയിരിക്കും. അതിനെ അതിജയിക്കാൻ ഒന്നിനും സാധ്യമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിന് വിജയം നൽകിയിട്ടുണ്ട്. തെളിവ് കൊണ്ടുള്ള വിജയം അതെല്ലാ കാലത്തും ഉള്ളതാണ്. തെളിവ് കൊണ്ടുള്ള വിജയം എല്ലാ കാലത്തും ഉള്ളതാണ്. എന്നാൽ കായികമായ സായുധമായ വിജയം അത് ചില സമയത്തുണ്ടാകാം, ചില സമയത്തുണ്ടാവുകയില്ല. എന്നാൽ അന്തിമ വിജയം അത് അള്ളാഹുവിന്റെ ദീന് തന്നെയാണ്, യാതൊരു സംശയവുമില്ല. وأخرى لم تقدروا عليها قد أحاط الله بها وكان الله على كل شيء قديرا. അള്ളാഹു എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. കാരണം ഇത് അള്ളാഹുവിന്റെ ദീനാണ്, റബ്ബിന്റെ ദീനാണ്. നമ്മളാരും പടച്ചുണ്ടാക്കിയ ദീനല്ല, ഏതെങ്കിലും വ്യക്തി ഉണ്ടാക്കിയതല്ല, അള്ളാഹുവിന്റെ ദീനാണ്. ഹുവ സമ്മാക്കുമുൽ മുസ്ലിമീൻ, അവനാണ് നിങ്ങൾക്ക് മുസ്ലിമീങ്ങൾ എന്ന് പേര് വിളിച്ചത്. അള്ളാഹു വിളിച്ച പേരാണിത്. ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുവിങ്കൽ ദീൻ എന്നാൽ അത് ഇസ്ലാം മാത്രമാണ്. വമയബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫലൻ യുഖ്ബല മിൻഹു വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ. ആരാണോ ഇസ്ലാം അല്ലാത്തതിനെ ദീനായി തേടിപ്പോകുന്നത്, അത് സ്വീകരിക്കുന്നത്, അവനിൽ നിന്നൊരിക്കലും അത് സ്വീകരിക്കപ്പെടുകയില്ല. വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ, അവൻ പരലോകത്ത് നരകക്കാരുടെ കൂട്ടത്തിലായിരിക്കും. ഈ ദീനിനെ നിഷേധിച്ചാൽ ഫന്നാറു മസ്വല്ല, അവന്റെ സങ്കേതം നരകമാണ്. ഇത് അള്ളാഹുവിന്റെ ദീനാണ്. അതിനെ ഈ ലോകത്തും പരലോകത്തും അള്ളാഹു വിജയം നൽകും. നമ്മൾ അതിന്റെ ആളായോ ഇല്ലേ എന്നതാണ് യഥാർത്ഥത്തിൽ കാര്യം. നമ്മൾ അതിന്റെ ആളാണോ അല്ലേ, നമ്മൾ മുസ്ലിമാണോ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിച്ച് ജീവിക്കുന്ന ആളാണോ എന്നതാണ് നമ്മുടെ കാര്യം. ഈ ലോകത്തെ ജയപരാജയങ്ങൾ യഥാർത്ഥത്തിൽ നിസ്സാരമാണ്. യഥാർത്ഥത്തിൽ ഈ ലോകം ഒന്നാകെടുത്തു നോക്കിയാൽ ഇത് വളരെ തുച്ഛമാണ്, നിസ്സാരമാണ്. അതിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിന് വിജയം നൽകിയിട്ടുണ്ട്, നൽകും. പരലോകത്താകട്ടെ അവർക്ക് ഏറ്റവും വലിയ വിജയമാണുള്ളത്. അള്ളാഹുവിന്റെ പക്കലുള്ളത് എന്തോ അതാണ് ഏറ്റവും നല്ലത്. നോക്കൂ, യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് സൂറത്ത് യൂസുഫിൽ അള്ളാഹു പറഞ്ഞില്ലേ, അങ്ങനെ നാം യൂസുഫിന് ദുനിയാവിൽ സൗകര്യം നൽകി, അധികാരം നൽകി. തൊട്ടടുത്തായിട്ട് നോക്കി നിങ്ങൾ, അള്ളാഹുവിന്റെ പക്കൽ പരലോകത്തുള്ള അതാണ് ഏറ്റവും നല്ലത്. ഈ ദുനിയാവിൽ ലഭിച്ച ഏതേത് വിജയങ്ങൾ, വലിയ നേട്ടങ്ങളുണ്ടോ, അള്ളാഹുവിന്റെ പക്കലുള്ളത് സ്വർഗത്തിന്റെ ഒരു കാറ്റിന് പോലും അത് പകരമാവുകയില്ല. تلك الدار الآخرة نجعلها للذين لا يريدون علوا في الأرض ولا فسادا والعاقبة للمتقين. അതാണ് പരലോക ഭവനം. നാം അത് ഏർപ്പെടുത്തുന്നതാണ്, നൽകുന്നതാണ്. الذين لا يريدون علوا في الأرض, ഭൂമിയിൽ ഔന്നത്യം ആഗ്രഹിക്കാത്ത ആളുകൾക്ക്, വല ഫസാദ, കുഴപ്പം ആഗ്രഹിക്കാത്ത ആളുകൾക്ക്, വല ആഖിബത്തു ലിൽ മുത്തഖീൻ, അന്തിമ വിജയം അത് അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവർക്കാണ്. യാ ഖൗമി ഇന്നമാ ഹാദിഹിൽ ഹയാത്തുദ് ദുനിയ മതാ വഇന്നൽ ആഖിറത ഹിയ ദാറുൽ ഖറാർ. ഓ ജനങ്ങളെ, ഈ ലോക ജീവിതം അത് നിസാരമാണ്, അത്
തീർന്നു പോകുന്ന ഒരു വിഭവം മാത്രമാണ്. വഇന്നൽ ആഖിറത ഹിയ ദാറുൽ ഖറാർ, പരലോകം അതാണ് എന്നെന്നും നിലനിൽക്കുന്ന സങ്കേതം, ഭവനം, ലോകം, അത് പരലോക ഭവനമാണ്. ബൽ തുഅ്സിറൂനൽ ഹയാത്തദ് ദുനിയ വൽ ആഖിറതു ഖൈറു വഅബ്ഖാ, നിങ്ങൾ ഈ ലോക ജീവിതത്തിന് മുൻതൂക്കം നൽകുന്നു. വൽ ആഖിറതു ഖൈറുൻ വഅബ്ഖാ, പരലോകമാണ് എന്നെന്നും നിലനിൽക്കുന്നത്, അതാണ് ഏറ്റവും നല്ലത്. സഹോദരങ്ങളെ, എന്നാൽ കൂടി അള്ളാഹു ഈ ലോകത്ത് മുഅ്മിനീങ്ങൾക്ക്, ഈമാനിന്റെ ആളുകൾക്ക് വിജയം നൽകുക തന്നെ ചെയ്യും. അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല വിജയം നൽകും, സംശയമില്ല. അള്ളാഹു നമ്മുടെ ഉമ്മത്തിന്റെ എല്ലാ പ്രയാസങ്ങളും നീക്കുമാറാകട്ടെ. അള്ളാഹു ഈ ലോകത്തും പരലോകത്തും നമുക്ക് വിജയം നൽകുമാറാകട്ടെ. ആമീൻ. അള്ളാഹു പറയുന്നു, വലൗ ഖാതലകുമുല്ലദീന കഫറൂ ലവല്ലൗൽ അദ്ബാർ ثم لا يجدون وليا ولا نصيرا سنة الله التي قد خلت من قبل ولن تجد لسنة الله تبديلا ولو قاتلكم നിങ്ങളോട് യുദ്ധം ചെയ്താൽ الذين كفروا കാഫിറുകളായ അല്ലാഹുവിലും പരലോകത്തിലും അല്ലാഹുവിന്റെ ദീനിലും വിശ്വസിക്കാത്ത ആളുകൾ നിങ്ങളോട് യുദ്ധം ചെയ്താൽ ലവല്ലൗൽ അദ്ബാർ, അവർ പിന്തിരിഞ്ഞോടുക തന്നെ ചെയ്യും. ثم لا يجدون, പിന്നീട് അവർക്ക് കാണാൻ കഴിയില്ല, വലിയൻ വല നസീറ, ഒരു രക്ഷാധികാരിയെയോ സഹായിയെയോ അവർക്ക് കാണാൻ കഴിയില്ല. സുന്നത്ത് അല്ലാഹ്, ഇത് അള്ളാഹുവിന്റെ നടപടിക്രമമാണ്. അഥവാ അള്ളാഹു ദുനിയാവിൽ മുമ്പേ എന്ന് ഈമാനും കുഫറും തമ്മിൽ ഏറ്റുമുട്ടിയിട്ടുണ്ടോ, എന്ന് ശുദ്ധമായ ഈമാനും അതിന്റെ ആളുകളും കുഫറും അതിന്റെ ആളുകളും ഏറ്റുമുട്ടിയിട്ടുണ്ടോ, അപ്പോഴെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല ഈമാനിന്റെ ആളുകൾക്കാണ് യഥാർത്ഥത്തിൽ വിജയം നൽകിയിട്ടുള്ളത്. ചില മുസ്ലിമീങ്ങൾക്കുണ്ടായ അവരുടെ മഅസിയത്തുകളുടെ, അവരുടെ ചില തെറ്റുകളുടെ, പാപങ്ങളുടെ അനന്തരഫലമായി താൽക്കാലികമായ ചില പ്രയാസങ്ങൾ മുസ്ലിമീങ്ങൾക്കുണ്ടാകുമെങ്കിലും യഥാർത്ഥത്തിൽ ഇതാണ് സംഭവിക്കുക. സുന്നത്ത് അല്ലാഹ്, അത് അള്ളാഹുവിന്റെ നടപടിക്രമമാണ്. അല്ലത്തി ഖദ് ഖലത് മിൻ ഖബൽ, നേരത്തെ സംഭവിച്ചിട്ടുള്ള, അല്ലത്തി ഖദ് ഖലത് കഴിഞ്ഞു പോയിട്ടുള്ള, മിൻ ഖബൽ മുമ്പേ കഴിഞ്ഞു പോയിട്ടുള്ള അള്ളാഹുവിന്റെ നടപടിക്രമമാണത്. വലൻ തജിദ, നിനക്കൊരിക്കലും കാണാൻ കഴിയില്ല, ലിസുന്നത്തില്ലാഹി തബ്ദീല, അള്ളാഹുവിന്റെ നടപടിക്രമത്തിന് ഒരു മാറ്റം നിനക്കൊരിക്കലും കാണാൻ സാധ്യമല്ല. ഇബ്നു കസീർ പറയുകയാണ് ഈ ആയത്തിനെ കുറിച്ച്, യഖൂലു തആല മുബശ്ശിറൻ ലിഇബാദിഹിൽ മുഅ്മിനീൻ, അള്ളാഹു അവന്റെ മുഅ്മിനുകളായ അടിമകളെ സന്തോഷ വാർത്ത അറിയിക്കുന്നു. ബിഅന്നഹു ലൗ നാജസഹുമുൽ മുശ്രികൂൻ, അവരെ മുശ്രിക്കുകൾ നേരിട്ടിരുന്നുവെങ്കിൽ, അഥവാ ഹുദൈബിയയിൽ സുൽഹില്ലാതെ, സന്ധിയില്ലാതെ യുദ്ധം നടന്നിരുന്നുവെങ്കിൽ, ലനസറല്ലാഹു റസൂലഹു വഇബാദഹുൽ മുഅ്മിനീന അലൈഹി, അള്ളാഹു അവന്റെ റസൂലിനും അള്ളാഹുവിന്റെ അടിമകളായ മുഅ്മിനുകൾക്കും അവന്റെ സഹായം നൽകുമായിരുന്നു. വലൻ ഹസമ ജയ്ഷുൽ കുഫ്രി, കുഫറിന്റെ സൈന്യം പരാജയപ്പെടുക തന്നെ ചെയ്യുമായിരുന്നു. ഫാറം മുദ്ബിറ, അവർ പിന്തിരിഞ്ഞ് ഓടിക്കളയും. ലാ യജിദൂന വലിയൻ വലാ നസീറ, അവരെ സഹായിക്കാൻ ഒരാളെയും, അവർക്ക് രക്ഷാധികാരിയായി ഒരാളെയും അവർക്ക് കാണാൻ കഴിയില്ല. ലഅന്നഹും മുഹാരിബൂന ലില്ലാഹി വലിറസൂലിഹി വലിഹിസ്ബിഹിൽ മുഅ്മിനീൻ, കാരണം അവർ അള്ളാഹുവിനോടും റസൂലിനോടുമാണ് എതിരിട്ടത്, യുദ്ധം പ്രഖ്യാപിച്ചത്. അള്ളാഹുവിന്റെ സൈന്യമായ മുഅ്മിനുകളോടാണ് അവർ യുദ്ധത്തിന് വന്നത്. സുന്നത്തുല്ലാഹി അല്ലതി ഖദ് ഖലത് മിൻ ഖബൽ വലൻ തജിദ ലിസുന്നത്തില്ലാഹി തബ്ദീല. ഇബ്നു കസീർ പറയുന്നു, ഹാദിഹി സുന്നത്തുല്ലാഹി വആദതുഹു ഫി ഖൽഖിഹി, അള്ളാഹുവിന്റെ പടപ്പുകൾക്കിടയിൽ അള്ളാഹുവിന്റെ നടപടിക്രമം ഇതാണ്. മാ തഖാബലൽ കുഫ്റു വൽ ഈമാനു ഫീ മൗത്തിനിൻ ഇല്ലാ നസറല്ലാഹുൽ ഈമാന അലൽ കുഫ്ർ വറഫഅൽ ഹഖ്ഖ വവദഅൽ ബാതിൽ. എന്ന് കുഫറും ഈമാനും ഏറ്റുമുട്ടിയിട്ടുണ്ടോ, അള്ളാഹു ഈമാനിനെ കുഫറിനെതിരെ സഹായിച്ചിട്ടുണ്ട്, അള്ളാഹു സത്യത്തിന് ഔന്നത്യം നൽകിയിട്ടുണ്ട്, അള്ളാഹു ബാത്തിലിനെ പരാജയപ്പെടുത്തിയിട്ടുണ്ട്. കമാ ഫഅല തആല യൗമ ബദ്രിൻ ബിഔലിയാഇഹിൽ മുഅ്മിനീൻ നസറഹും അലാ അദാഇഹി മിനൽ മുശ്രിക്കീൻ മഅ ഖില്ലത്തി അദദിൽ മുസ്ലിമീന വഉദദിഹിം വകസറത്തിൽ മുശ്രിക്കീന വഉദദിഹിം. ഏതുപോലെ അള്ളാഹു ബദറിൽ മുഅ്മിനുകളെ സഹായിച്ചിട്ടുള്ളതുപോലെ മുശ്രിക്കുകൾക്കെതിരിൽ മുഅ്മിനുകളുടെ എണ്ണവും ആയുധവും എല്ലാം കുറവായിരുന്നു, മുശ്രിക്കുകളുടെ എണ്ണവും ആയുധവും ഒക്കെ
അധികമുണ്ടായിരുന്നു. ഇതെല്ലാം സഹോദരങ്ങളെ ഇസ്ലാമിന്റെ തനിമയുള്ള യഥാർത്ഥ ഇസ്ലാമിന്റെ യുദ്ധങ്ങളുടെ കാര്യമാണ് ഈ പറഞ്ഞത്. അല്ലാതെ ഏതെങ്കിലും വിവരദോഷികളായ ആളുകൾ ഇസ്ലാമിന്റെ ജിഹാദെന്നും ഇസ്ലാമിന്റെ യുദ്ധമെന്നും ഇസ്ലാമിന്റെ പോരാട്ടമെന്നും പറഞ്ഞ് എന്തെങ്കിലും ചെയ്തു കൂട്ടുന്നതിനല്ല, അതിനല്ല അള്ളാഹു സഹായം വാഗ്ദാനം നൽകിയിട്ടുള്ളത്. മറിച്ച് ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബത്തിന്റെയും കാലത്ത് നബിയുടെ നേതൃത്വത്തിൽ നടന്നതുപോലെ, ഖുലഫാഇന്റെ കാലത്ത് അവരുടെ നേതൃത്വത്തിൽ നടന്നതുപോലെ, ചരിത്രത്തിലെമ്പാടും ഇസ്ലാമിക ഭരണാധികാരികളുടെ നേതൃത്വത്തിൽ മുസ്ലിമീങ്ങൾ നടത്തിയിട്ടുള്ള പടയോട്ടങ്ങൾ പോലെ അതിനൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല വിജയം നൽകിയിട്ടുണ്ട്. അള്ളാഹു ഇസ്ലാമിന്റെ ഈമാനിന്റെ കലിമത്ത്, അള്ളാഹുവിന്റെ കലിമത്ത്, അള്ളാഹുവിന്റെ വചനം അവൻ അത് ഉന്നതമാക്കിയിട്ടുണ്ട്. അതിൽ സംശയമില്ല. ഇസ്ലാമിന്റെ ചരിത്രം പഠിക്കുന്ന ആളുകൾക്ക് അത് എളുപ്പത്തിൽ മനസ്സിലാകുന്ന കാര്യം തന്നെയാണ്. അള്ളാഹു പറയുന്നു, وهو الذي كف أيديهم عنكم وأيديكم عنهم ببطن مكة من بعد أن أظفركم عليهم وكان الله بما تعملون بصيرا. وهو الذي الله അവനാകുന്നു كف أيديهم അവരുടെ കൈകൾ പിടിച്ചു വച്ചത് അൻകും നിങ്ങളിൽ നിന്ന്, അഥവാ അവർ നിങ്ങളോട് യുദ്ധം ചെയ്യാതെയാക്കി. വൈദിയക്കും അൻഹും നിങ്ങളുടെ കൈകൾ അവരിൽ നിന്നും അള്ളാഹു പിടിച്ചു വെച്ചു, അഥവാ നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യാതെ അള്ളാഹു ആക്കി. ബിബത്നി മക്ക, മക്കയിൽ വെച്ച്, മക്കയുടെ ഉള്ളിൽ വെച്ച്. ബിബത്നി മക്ക, മക്കയുടെ ഉള്ളിൽ വെച്ചു. മിൻ ബഅദി അൻ അദ്ഫറക്കും നിങ്ങൾക്ക് അവൻ നേടിത്തന്നതിന് ശേഷം അലൈഹിം അവരെ, അഥവാ അവരെ കയ്യിൽ ഒതുക്കി കൊടുത്തിരുന്നു അള്ളാഹു. അതെന്താണ് സന്ദർഭം? നമ്മൾ മുൻപേ പറഞ്ഞിട്ടുള്ളതുപോലെ സലമത്ത് ഇബ്നുൽ അക്വാ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ, ഇമാം മുസ്ലിമിന്റെ ഹദീസിൽ വന്നിട്ടുള്ളതുപോലെ എന്താണത്? ഹുദൈബിയ സന്ധിക്കിടയിൽ മുശ്രിക്കുകളിൽപ്പെട്ട ചില ആളുകൾ, 70 ആളുകൾ, അവർ ആ അശ്രദ്ധമായ സമയത്ത് പെട്ടെന്ന് ആക്രമിച്ച് മുസ്ലിമീങ്ങളെ പരാജയപ്പെടുത്താൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനെയും കൊന്നുകളയാൻ വേണ്ടി വന്നു, ചതിപ്രയോഗം നടത്തി. മുസ്ലിമീങ്ങളിൽപ്പെട്ട ഒരാളെ അവർ ആ സമയത്ത് കൊന്നുകളഞ്ഞു എന്നും ചില റിവായത്തുകളിൽ കാണാം. ഇബ്നു സുനൈം എന്നുപേരുള്ള ഒരാളെ ആ സമയത്ത് അവർ കൊന്നുകളഞ്ഞു എന്നും ചില റിവായത്തുകളിൽ കാണാം. എന്നാൽ ഈ 70 ആളുകൾ പിടിക്കപ്പെട്ടു. മുസ്ലിമീങ്ങൾ അവരെ പിടികൂടി. അള്ളാഹു അവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന്റെയും കൈപ്പിടിയിലാക്കി കൊടുത്തു. ചതിപ്രയോഗമാണ് നടത്തിയത്. ആ സമയത്ത് അവരെ ശിക്ഷിക്കാം, അവരെ അതുപോലെ കൊന്നുകളയാം. എന്നാൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത് കൽപ്പിച്ചത് അവരെ വിട്ടുകളയാനാണ്, അവരെ മോചിപ്പിക്കാനാണ്. കാരണം അതാണ് ആ സമയത്തുള്ള മസ്ലഹത്ത്, ആ സമയത്തുള്ള നന്മ അതാണ്. ഇതുപോലുള്ള കാര്യങ്ങളിൽ ആരാണോ ഇസ്ലാമിക ഭരണാധികാരി, ആ സമയത്ത് എന്താണ് മുസ്ലിമീങ്ങൾക്ക് നന്മ ആകുന്ന കാര്യം, അത് അദ്ദേഹത്തിന് തെരഞ്ഞെടുക്കാൻ, തീരുമാനിക്കാൻ അള്ളാഹു അവകാശം, അധികാരം നൽകിയിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അർസിലൂഹും നിങ്ങൾ അവരെ വിട്ടേക്കുക, യകുല്ലഹും ബദ്ഉൽ ഫുജൂരി വസനാഹ്, യകുല്ലഹും ബദ്ഉൽ ഫുജൂരി വസനാഹ്, അവരെ നിങ്ങൾ വിട്ടേക്കൂ. തിന്മ, തോന്നിവാസം, വൃത്തികേട് അത് ആദ്യം ചെയ്യുന്നവരും അവസാനം ചെയ്യുന്നവരും അവർ തന്നെ ആകട്ടെ, നമ്മൾ ചെയ്യേണ്ടതില്ല എന്ന് പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വിട്ടു. അത് യഥാർത്ഥത്തിൽ വലിയ നന്മയിലാണ് കലാശിച്ചത്. ഹുദൈബിയ സന്ധി അത് പൂർണ്ണമാകാൻ അത് കാരണമായി. അതാണ് അല്ലാഹു ഈ ആയത്തിൽ പറയുന്നത്, വഹുവല്ലദീ കഫ്ഫ ഐദിയഹും അൻകും, അവനാണ് അവരുടെ കൈകൾ നിങ്ങളിൽ നിന്ന് പിടിച്ചു വെച്ചത്, അഥവാ നിങ്ങളെ സുരക്ഷിതരാക്കിയത്. അവർ യുദ്ധം ചെയ്യാൻ വിടാതെ ആക്കിയത് അള്ളാഹുവാണ്. അവർ പിടിക്കപ്പെട്ടത് അള്ളാഹു സുബ്ഹാനഹു തആല നിശ്ചയിച്ചതുകൊണ്ടാണ്. ചില റിവായത്തുകളിൽ കാണാം, അവരിങ്ങനെ പെട്ടെന്ന് വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കെതിരെ ദുആ ചെയ്തു. ഈ 70 പേർക്കെതിരിൽ അവർ പിടിക്കപ്പെട്ടു. വഅയ്ദിയകും അൻഹും, നിങ്ങളുടെ കൈകൾ
അവരിൽ നിന്നും, അഥവാ നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യാതെയും അള്ളാഹു തീരുമാനിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നബി എന്ത് ചെയ്യാനാണ് അള്ളാഹുവിന്റെ വിധി പ്രകാരം അള്ളാഹുവിന്റെ വിധി ഉണ്ടായത്? അവരെ വിട്ടയക്കാൻ. യുദ്ധം ചെയ്തില്ല. ബിബത്നി മക്ക, മക്കയുടെ ഉള്ളിൽ വെച്ച്, മിൻ ബഅദി അൻ അദ്ഫറകും അലൈഹിം, അവരെ അള്ളാഹു നിങ്ങൾക്ക് കൈപ്പിടിയിൽ അവർക്കുമേൽ അള്ളാഹു നിങ്ങൾക്ക് വിജയം നൽകിയതിനു ശേഷവും നിങ്ങൾ അവരെ ഒന്നും ചെയ്യാതെ വിട്ടുകളഞ്ഞു. അഥവാ ഈ 70 പേരാണ് അവിടെ ഉദ്ദേശം. വകാന അല്ലാഹു ബിമാ തഅമലൂന ബസീറ, വകാന അല്ലാഹു ബിമാ തഅമലൂന ബസീറ. അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഏറ്റവും നന്നായി കണ്ടുകൊണ്ടിരിക്കുന്നവനാകുന്നു. വകാന അല്ലാഹു ബിമാ തഅമലൂന ബസീറ, അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് ബസീറാകുന്നു, അഥവാ ഏത് സമയത്തും അവൻ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നവനാകുന്നു. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ മഹത്തായ തീരുമാനത്താൽ അവിടെ വലിയൊരു സന്ധി ഉണ്ടായി, കുഴപ്പമില്ലാതെയായി. അല്ലെങ്കിൽ ചിലപ്പോൾ വലിയ കുഴപ്പങ്ങൾ അത് മുഖേന ഉണ്ടായേക്കാം. ഇതുപോലെ മഹത്തായ ചില മസ്ലഹത്ത്, ചില നന്മകൾ ഉണ്ടാകുമെന്ന് കണ്ടാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പലരെയും വെറുതെ വിട്ടിരുന്നു. എന്നാൽ ചില ആളുകളെ ശിക്ഷിക്കുന്നതിലാണ് ഖൈറെന്ന് കണ്ടാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ശിക്ഷിച്ചിരുന്നു. ചില ആളുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൈന്യത്തോട് കൊല്ലാൻ ഉത്തരവിട്ട്, എന്നാൽ അവർ രക്ഷപ്പെട്ടു. പക്ഷെ അവർ രക്ഷപ്പെട്ടതിലാണ് പിന്നെ ഖൈറുണ്ടായത്. കാരണം അവർ പിന്നീട് മുസ്ലിമീങ്ങളായി. അതിൽപ്പെട്ട ആളാണ് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും, ഇക്രിമ ബിൻ അബി ജഹൽ, അബൂജഹലിന്റെ മകൻ ഇക്രിമ. ഫത്ഹ് മക്കയുടെ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എവിടുന്ന് കണ്ടാലും കൊല്ലാൻ ഉത്തരവിട്ട ആളാണ് ഇക്രിമ. വേറൊരാളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതേപോലെ ഉത്തരവിട്ടിരുന്നു. അയാൾ കഅബയുടെ കൊലപ്പെടുത്താൻ ഉത്തരവിട്ട ഒരാൾ, ഇബ്നു ഖതൽ, കഅബയുടെ വിരിപിടിച്ചിട്ട് അഭയം തേടിയിരിക്കുകയാണ്. സഹാബത്ത് പറഞ്ഞു, അങ്ങനെയാണ് നബിയെ അയാളെ കാണുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊലപ്പെടുത്താൻ ഉത്തരവിട്ടു. അത്രയും വലിയ പ്രയാസം മുസ്ലിമീങ്ങൾക്കുണ്ടാക്കിയ ആളായിരുന്നു. ഫത്ഹ് മക്കയുടെ സമയത്ത് ഏതാനും സമയം മക്കക്കകത്ത് വെച്ച് യുദ്ധം ചെയ്യാൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു അനുവാദം നൽകി. നബിക്ക് മുമ്പോ നബിക്ക് ശേഷമോ അതിന് ഒരാൾക്കും അധികാരം അള്ളാഹു നൽകിയിട്ടുമില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതുപോലെ അവരിൽ ഇക്രിമ ഇബ്നു അബീ ജഹൽ രക്ഷപ്പെട്ട് ഓടി. എന്നിട്ടാണ് കപ്പലിൽ സഞ്ചരിച്ചത്. ആ സമയത്ത് കപ്പൽ കാറ്റിലും കോളിലും പെട്ട് പ്രയാസപ്പെട്ടപ്പോൾ കപ്പലിൽ ആളുകൾ പറഞ്ഞു, ഇതാ ഈ സമയത്ത് ഇഖ്ലാസ് അല്ലാതെ നിങ്ങളെ രക്ഷപ്പെടുത്തുകയില്ല, അഥവാ ഇനി അള്ളാഹനെ മാത്രം വിളിച്ചോ. അപ്പോൾ ഇക്രിമ പറഞ്ഞു, ഈ ബഹറിൽ വെച്ച് ഇഖ്ലാസ് കൊണ്ടേ കാര്യമുള്ളൂ എങ്കിൽ പിന്നെ കരയിൽ വെച്ചു ഇഖ്ലാസ് കൊണ്ടേ കാര്യം ഉണ്ടാവുള്ളൂ. അള്ളാഹുവിനെ മാത്രം വിളിക്കുക എന്നത് ഖുർആനിൽ അള്ളാഹു പരാമർശിച്ച കാര്യമാണത്. ഫൈദാ റകിബു ഫിൽ ഫുൽകി ദഅഉ അല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. കടലിൽ കപ്പലിൽ സഞ്ചരിച്ച് കാറ്റിലും കോളിലും പെട്ടാൽ അവർ അള്ളാഹുവിനെ മാത്രം വിളിക്കും. എന്നാൽ നാം കരയിലേക്ക് രക്ഷപ്പെടുത്തിയാൽ ഇതാഹും യുശ്രികൂൻ, അവരത് അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നു. ഇക്രിമ പറഞ്ഞു, അള്ളാഹുവെ, ഞാനിതാ നിന്നോട് കരാറ് ചെയ്യുന്നു, എന്നെ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തിയാൽ ഞാൻ മുഹമ്മദിന്റെ അടുത്ത് പോയി ബൈഅത്ത് ചെയ്യും. അള്ളാഹു രക്ഷപ്പെടുത്തി. ഇക്രിമ വന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് മുസ്ലിമായി. അതുപോലെ ഇബ്നു അബി സർഹ് എന്നുപേരുള്ള മറ്റൊരാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതുപോലെ ഫത്ഹ് മക്കയുടെ സമയത്ത് കൊലപ്പെടുത്താൻ ഉത്തരവിട്ട ആളാണ്. അദ്ദേഹം ഒരു കാലത്ത് മുസ്ലിം ആവുകയും ഖുർആൻ എഴുതുന്ന കുത്താബുൽ വഹയിൽപ്പെട്ടിരുന്ന ആളുമാണ്. പിന്നീട് മുർത്തദ്ദായി, ഇസ്ലാമിന്റെ ശത്രുവായി മക്കയിലേക്ക് തിരിച്ചു ചെന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മോശം പറഞ്ഞു. ഇത്ര വലിയ തെറ്റാണെന്ന് നോക്കി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊല്ലാൻ ഉത്തരവിട്ടു. എന്നാൽ അദ്ദേഹം വീണ്ടും മുസ്ലിം ആവുകയുണ്ടായി. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ബന്ധുവാണ്. ഉസ്മാന്റെ അടുക്കൽ അഭയം തേടി. എന്നിട്ട് ഉസ്മാനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് ഉസ്മാൻ കൂട്ടിപ്പോവുകയാണ്.
ഉസ്മാൻ കൂട്ടിപ്പോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും മിണ്ടുന്നില്ല. ഉസ്മാൻ പറഞ്ഞു, ഓ നബിയെ, ബൈഅത്ത് സ്വീകരിച്ചാലും, ഇയാളുടെ ബൈഅത്ത് സ്വീകരിച്ചാലും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും മിണ്ടുന്നില്ല. ആവർത്തിച്ചു. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ ബൈഅത്ത് സ്വീകരിച്ചു. സൂറത്ത് ആലു ഇമ്രാനിലെ ആയത്തുകൾ, കൈഫ യഹ്ദില്ലാഹു ഖൗമൻ കഫറൂ, അള്ളാഹു ചില ആളുകൾക്ക് എങ്ങനെ ഹിദായത്ത് കൊടുക്കാൻ, അവർ ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം പിന്നെ കുഫറിലേക്ക് തിരിച്ചുപോയി എന്ന് തുടങ്ങുന്ന ആയത്ത്. എന്നിട്ട് അള്ളാഹു വീണ്ടും പറഞ്ഞു, ഇല്ലല്ലദീന താബു, വീണ്ടും തൗബ ചെയ്തവർ, അവർക്കൊഴികെ. ആ കൂട്ടത്തിൽപ്പെട്ട ആളാണ് ഇബ്നു അബി സറഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞിട്ടില്ല അദ്ദേഹം മുസ്ലിം ആകുമെന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഗൈബറിയില്ല. അള്ളാഹു അദ്ദേഹത്തിന് ഹിദായത്ത് ഉദ്ദേശിച്ചിരുന്നു. അള്ളാഹു അദ്ദേഹത്തിന് ഹിദായത്ത് ഉദ്ദേശിച്ചിരുന്നു. അദ്ദേഹം പിന്നീട് ഒരു നിസ്കാരം കഴിഞ്ഞ്, അല്ലെങ്കിൽ നിസ്കാരത്തിൽ സുജൂദിലായിരിക്കെ ആണ് പിന്നീട് മരണപ്പെട്ടത് എന്നാണ്. നല്ല മരണം. ഇബ്നു അബി സറഹ്. നോക്കൂ, ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചില മസ്ലഹത്തുകളുടെ പേരിൽ ചിലരെ വെറുതെ വിടുകയും, അല്ല ചില ആളുകൾക്ക് ശിക്ഷ കൊടുക്കാനാണ്, അതാണ് ഖൈറെങ്കിൽ അത് നൽകിയിരുന്നു. സുമാമത്ത് ഇബ്നു ഉസാൽ എന്നു പേരുള്ള മക്കക്കപ്പുറത്തൊരു പ്രദേശത്തിന്റെ ഭരണാധികാരിയായിരുന്ന സുമാമത്ത് ഇബ്നു ഉസാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ കൊലപ്പെടുത്താൻ ഉത്തരവിട്ടിരുന്നു. ഇസ്ലാമിന്റെ ശത്രുവായിരുന്നു. സഹാബത്ത് അദ്ദേഹത്തെ പിടിച്ചുകൊണ്ടുവന്നു, മദീനയിലെ തൂണിൽ കെട്ടിയിട്ടു. 3 ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിച്ചു, ഇസ്ലാം സ്വീകരിക്കുന്നുണ്ടോ? ഇസ്ലാം സ്വീകരിക്കുന്നുണ്ടോ? അദ്ദേഹം സ്വീകരിച്ചില്ല. 3-ാമത്തെ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, അയച്ചുവിട്ടേക്കും. അയാൾ അയച്ചുവിട്ടു. കുളിച്ചു വന്ന് അദ്ദേഹം പറഞ്ഞു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. അദ്ദേഹം പറയുകയുണ്ടായി, ഇതിനു മുമ്പ്, ഈ ദിവസത്തിന് മുൻപ് എനിക്കേറ്റവും വെറുപ്പുള്ള ദീൻ മുഹമ്മദ് താങ്കളുടെ ദീനായിരുന്നു. എന്നാൽ ഇന്ന് എനിക്കേറ്റവും ഇഷ്ടമുള്ള ദീൻ താങ്കളുടെ ദീനാണ്. ഈ ദിവസത്തിന് മുൻപ് എനിക്ക് ഏറ്റവും വെറുപ്പുള്ള മുഖം താങ്കളുടെ മുഖമായിരുന്നു. ഇന്ന് എനിക്ക് ഏറ്റവും സ്നേഹമുള്ള മുഖം താങ്കളുടെ മുഖമാണ്. അദ്ദേഹം മുസ്ലിമായി. സുമാമത്ത് ഇബ്നു ഉസാൽ. അദ്ദേഹം ഉംറക്ക് പുറപ്പെട്ടതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഞാൻ പോയിക്കോട്ടെ. റസൂലുള്ളാഹി പോകാൻ അനുമതി കൊടുത്തു. മക്കയിലെത്തിയപ്പോൾ ഖുറൈശികൾ ചോദിച്ചു, സബഅത, നീ സാബി ആയോ? ഒരു ദീന് വിട്ട് വേറൊരു ദീനിലേക്ക് പോയ ആളെ സാബി എന്നാണ് അവർ വിളിക്കുക. മുസ്ലിമീങ്ങളെ സാബിയങ്ങൾ എന്ന് വിളിക്കും. അദ്ദേഹം പറഞ്ഞു, മാ സബഅതു വലാകിന്നി അസ്ലംതു, ഞാൻ സാബി ആയതല്ല, ഞാൻ മുസ്ലിം ആയതാണ്. അള്ളാഹുവാണ്. ഇനി മുഹമ്മദ് പറയാതെ തുമാമയുടെ നാട്ടിൽ നിന്ന് ഒരു തരി ധാന്യം നിങ്ങളുടെ അടുത്തേക്ക് വരൂല. തുമാമ ഭരിക്കുന്ന നാട്ടിൽ നിന്നാണ് ഖുറൈശികൾക്കൊരു പ്രത്യേക ധാന്യം വന്നിരുന്നത്. വെറുതെ അല്ല, പൈസ കൊടുത്തിട്ടാണ്. പക്ഷേ തുമാമ പറഞ്ഞു, ഇനി ഇങ്ങോട്ട് കയറ്റേക്കയില്ല. മക്കക്കാർ പ്രയാസത്തിലായി, പട്ടിണിയിലായി. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് അവരാളെ അയച്ചു. തുമാമനോടൊന്ന് പറയണം, എന്ത് ഇങ്ങനെ ഞങ്ങൾ ഉപരോധിക്കരുത്, സാധനം കയറ്റിയാക്കണം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തുമാമയോട് പറഞ്ഞു, കൊടുത്തേക്ക്. ഇങ്ങനെ നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചിലരോട് അതാണ് ഖൈറെങ്കിൽ അങ്ങനെ പെരുമാറിയും, ചിലർക്ക് ശിക്ഷ കൊടുക്കലാണ് അതിലാണ് നന്മയുള്ളതെങ്കിൽ അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പെരുമാറി. അത് ഭരണാധികാരിയുടെ സ്വാതന്ത്ര്യത്തിൽപ്പെട്ടതാണ്. അതെല്ലാ കാലത്തും മുസ്ലിമീങ്ങളുടെ ഭരണാധികാരികൾക്ക് അങ്ങനെ ചില തസറുഫ്, ചില നടപടിക്രമങ്ങൾ അവർക്ക് നന്മയെന്ന് തോന്നുന്നത് ചെയ്യാം. അതിലവർക്ക് പ്രതിഫലമുണ്ട്, അത് നല്ല നിലക്കാണ് എങ്കിൽ അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയുമുണ്ട്. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് അടുത്ത ആഴ്ച പറയാം. അല്ലാഹു തആല ആലം. വസല്ലല്ലാഹു വസല്ലം വബാറക അലാ അബ്ദിഹി വറസൂലിഹി നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.